ആറ്റുനോറ്റ് കാത്തിരുന്ന നമ്മുടെ ഗേൾസ് ട്രിപ്പ് എത്തി. ഇതിപ്പോ നമ്മൾ കുറെ കാലമായിട്ട് കാത്തിരുന്നത്. ഡ്രൈവറും കോ ഡ്രൈവറും ഗേൾ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. അങ്ങനെ വെളുത്ത ഡ്രസ്സിൽ കറുത്ത വസ്ത്രം തേച്ച് നമ്മുടെ കിങ്ങിനെയും കുഞ്ഞാൻ്റെ എത്തി. പിന്നെ പറയണ്ടല്ലോ, ബസ് കളഞ്ഞു കിട്ടിയതാണ് ഈ മുതല്. മലപ്പുറം താണ്ടി പാലക്കാട് എത്തിയപ്പോഴത്തേക്കും ഭയങ്കര വലിയ കാഴ്ചയൊന്നും കണ്ടില്ല. എന്നാലും കുറെ മാറ്റം. നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ നമ്മുടെ സ്വന്തം വരിക്കാശ്ശേരി മന. അത് വിട്ട് കളിയില്ലല്ലോ പാലക്കാട്. വെക്കേഷൻ ആയതുകൊണ്ട് തിരക്ക് കുറഞ്ഞു പോയോ എന്നാണ് സംശയം. പിന്നെ ഇവന്മാരൊക്കെ കുരങ്ങന്റെ ജന്മമായതുകൊണ്ട് പിന്നെ പറയണ്ട, എല്ലായിടത്തും ഓടിച്ചാടി എത്തിക്കൂടും. ചെസ് നമ്പർ 2 നമ്മുടെ കോട്ട. പാലക്കാട് കോട്ട പിന്നെ ഫേമസ് ആണല്ലോ, ഒരുപാട് പടത്തിലും വന്നിട്ടുണ്ട്. കോട്ടയ്ക്കകത്ത് അമ്പലമുണ്ട്, ഒരു 2-in-1 ഓപ്ഷൻ. പിന്നെ നമ്മൾ അവിടെ കുറെ ആൽമരത്തിൽ കയറി കുറെ പോസിൽ പിക്ക് എടുത്തെങ്കിലും ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട പോസ്. കുറെ നടക്കാനും അതിലും കുറെ ആമകളും. ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ്. JRCന്റെ കൂടെ ഒരു ലഞ്ചും കൂടെ പാസാക്കി. പഠിക്കാൻ പോയപ്പോ കയറിയില്ല. ഇപ്പൊ അങ്ങനെ ചുമ്മാ നോക്കിയിരിക്കാം. 1000 കോഴിക്ക് അരക്കട എന്ന മട്ടിലായിരുന്നു പുൽക്കൂടും അതിനകത്ത് വെച്ച പ്രതിമകളും. രണ്ട് തമ്മിൽ ഒരു കണക്ഷൻ ഇല്ല. നെക്സ്റ്റ് ലൊക്കേഷൻ മലമ്പുഴ ഡാം. ഇത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്നറിയില്ല. കുറച്ച് മെച്ചൂരിറ്റി കുട്ടിയല്ലോ. ഇത്രയൊക്കെ മെച്ചൂരിറ്റി ഞങ്ങളുടെ എക്സ്പെക്ട് ചെയ്യാവുന്നതെന്ന് അവന്മാരും കൂടെ തീരുമാനിച്ചപ്പോൾ ഞങ്ങളുടെ ഗാങ് ഇങ്ങനെയായി. ഡാമിന്റെ 7 അലത്തേക്ക് പോയില്ല. ദാഹജലത്തിന് വേണ്ടി തെണ്ടുമ്പോഴും വെള്ളത്തിനോടോ മുകളിലൂടെ നടക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. യക്ഷിക്ക് ഒരു ഡ്രസ്സും കൂടെ വാങ്ങിച്ചും തിരിച്ചു നടക്കും. ജസ്റ്റ് ഒന്ന് കോയമ്പത്തൂർ പോയി ആ ശിവനെ ഒന്ന് കണ്ടാലോ. അങ്ങനെ അതും കഴിഞ്ഞ് ഒരു ഫുഡും പാസാക്കി നേരെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു ത്വരയും തയ്യാറെടുക്കും. എന്നെ ഇതുവരെ സഹിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഈ